നമസ്കാരം. ഭരണം തുടങ്ങി ഒരു മാസം പിന്നിട്ടിട്ടും വി ഡി സതീശൻ കേരളത്തിൽ ഒരു തരംഗമായി നിലനിൽക്കുന്നത് പലരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. CPM-നെ നിലം തൊടാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ധവളപത്രം പുറത്തിറങ്ങിയപ്പോൾ വി ഡി സതീശനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രതിപക്ഷ നേതാവിന് ധൈര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെ പമ്മിയിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പിണറായി വിജയൻ ഇന്നലെ ആരോപണവുമായി രംഗത്തെത്തി. എല്ലാം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നയം. അതുതന്നെയാണ് ഇപ്പോ ഈ ബജറ്റിൽ പ്രഖ്യാപിച്ച റെയർ എർത്ത് ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ വഴി UDF സർക്കാരും പിന്തുടരുന്നത്. പൊതുമേഖല അധിഷ്ഠിതമായ റെയർ എർത്ത് ഇടനാഴി എന്ന ആശയമാണ് LDF സർക്കാർ മുന്നോട്ട് വെച്ചത്. അത് അട്ടിമറിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ആശയം അംഗീകരിച്ച് സ്വകാര്യവൽക്കരണത്തിനുള്ള നീക്കം ഈ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള മാരിടൈം പോളിസി വഴി കേരളത്തിന്റെ തീരത്തെ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതാനുള്ള ഗൂഢലക്ഷ്യമാണോ ഉള്ളത് എന്ന ആശങ്ക സ്വാഭാവികമായും ഉയർന്നു വരും. തൊട്ടു പിന്നാലെ നമ്മുടെ മൂന്നാറിലെ ശാസ്ത്രജ്ഞൻ യുബാക്കാരൻ തോമാച്ചൻ തൻ്റെ പഴയ ശൈലി ആവർത്തിച്ചുകൊണ്ട് രാമേശ്വരത്തെ ക്ഷൗരം എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തി. മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ താനൊരു സംഭവമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. KN ബാലഗോപാലിനെ തൻ്റെ ധനമന്ത്രി കാലത്തെ ന്യായീകരിക്കുകയല്ലാതെ പുതിയതായി ഒരു വിമർശനവും ഉന്നയിക്കാൻ പോലും കഴിഞ്ഞില്ല. വി ഡി സതീശൻ അപ്പോഴേക്കും ഒരു കൊടുങ്കാറ്റ് പോലെ രംഗത്ത് വന്നു. പിണറായി വിജയൻ്റെ വിമർശനങ്ങളെല്ലാം ആ കൊടുങ്കാറ്റിൽ പറന്നുപോയി. അതിനൊരു മറ്റൊരു മറുപടി പറയാനുള്ള ധൈര്യമോ അറിവോ ഇല്ലാത്തതുകൊണ്ട് പിണറായി മൗനം പാലിക്കുന്നു. ചോദിക്കുന്നവരോടൊക്കെ പിണറായി പറയുന്നത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വിമർശിക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ, അത് ചെയ്തു, അതിൻ്റെ കാര്യം കഴിഞ്ഞു എന്നാണ്. സ്വകാര്യവൽക്കരണത്തെക്കുറിച്ചുള്ള ആരോപണത്തിനാണ് ഏറ്റവും ചുട്ട മറുപടി കൊടുത്തത്. അതിനാണ് വിജയനെ വീട്ടിലിരുത്തി തന്നെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഈ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത് എന്നെണ്ണി പറഞ്ഞ് സ്വകാര്യവൽക്കരണം തന്നെയാണ് ലക്ഷ്യം, അതിലൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന് പറഞ്ഞ് വി ഡി സതീശൻ കത്തിക്കയറി. പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചെന്ന് പറഞ്ഞു സ്വകാര്യ നിക്ഷേപങ്ങളെ മുഴുവൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ബജറ്റ് എന്ന് പറഞ്ഞു. ശരിയാണ്. അല്ല, കേൾക്ക്, അദ്ദേഹത്തിന്റെ ആക്ഷേപത്തെ ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുന്നു. സ്വകാര്യ നിക്ഷേപം ഇവിടെ ഉണ്ടാവണം. ഈ 87,000 കോടി രൂപയുടെ കടവും ഇപ്പൊ കൊടുക്കേണ്ട ബാധ്യതയും 5 ലക്ഷം കോടി രൂപയുടെ കടവുള്ള ഒരു സംസ്ഥാനത്തിന് ഏത് കാര്യമാണ് ഒരു സെക്ടറിൽ, പബ്ലിക് സെക്ടറിൽ തുടങ്ങാൻ പറ്റുന്നത്? ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ? ഇവിടെ മത്സരിക്കുകയാണ് സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ. ഓരോ ഇൻവെസ്റ്ററേയും കൊണ്ടുപോകുന്നതിന് വേണ്ടി തമിഴ്നാടും കർണാടകയും മഹാരാഷ്ട്രയും തെലങ്കാനയും ആന്ധ്രയും ഹരിയാനയും എല്ലാവരും മത്സരിക്കുകയാണ്. ഇവിടെ വരാൻ പാടില്ല ആരും. അതല്ല ഞങ്ങളുടെ നയം. ഞങ്ങൾ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കും, ഇൻവെസ്റ്റ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കും. അതുവഴിയേ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. ഒരു സംശയം വേണ്ട, അത് തുടങ്ങുക. അത് തന്നെയാണ് പോളിസി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം എണ്ണി പറഞ്ഞ് വി ഡി സതീശൻ ചോദിച്ചു, നഷ്ടക്കണക്കല്ലാതെ ആരെങ്കിലും ലാഭമുണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാമോ? എത്ര എണ്ണം പൂട്ടിപ്പോയിരിക്കുന്നു, ഇനിയും പൂട്ടും. പബ്ലിക് സെക്ടർ നടത്തിക്കൊണ്ടുപോകുന്നത് പുതിയ അപ്പോയിന്റ്മെന്റ് നടത്തിയിട്ട് എത്ര നാളായി? ഈ ട്രാക്കോ കേബിൾ പൂട്ടിപ്പോയില്ലേ? ടെൽക്ക് പൂട്ടലിന്റെ വക്കിലാണ്. അഗ്രോ മെഷീനറി കോർപ്പറേഷൻ പൂട്ടലിന്റെ വക്കിലാണ്. ട്രാവൻകൂർ സിമന്റ്സ് പൂട്ടലിന്റെ വക്കിലാണ്. ആരുടെ പണം എടുത്തുകൊണ്ട് അതൊക്കെ നടന്നു പോകുന്നത്? നമ്മുടെ നികുതി പണം, നമ്മുടെ എക്സ്ചക്കറിൽ നിന്നുള്ള പണം, നിങ്ങളും ഞാനും കൊടുക്കുന്ന നികുതി പണം എടുത്തുകൊണ്ട് ഈ ഒരാൾക്ക് പോലും ജോലി കൊടുക്കാൻ പോലും പറ്റാതെ, റിട്ടയർമെന്റ് വേക്കൻസിയിൽ പോലും ഒരാളെ നിയമിക്കാൻ പറ്റാതെ സ്ഥാപനമാണ് ഞങ്ങൾ സ്വകാര്യവൽക്കരിച്ചത്. വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണത്തെക്കുറിച്ചും വിദേശ സർവകലാശാലകളെക്കുറിച്ചും ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇവിടെയുണ്ടല്ലോ, അവിടെയൊക്കെ പഠിച്ചിറങ്ങുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പണി കിട്ടുന്നതായി നിങ്ങൾക്കറിയാമോ? 25 കൊല്ലത്തേക്ക് കേരളത്തെ തിരിച്ചു കൊണ്ടുപോകാൻ സൗകര്യമില്ല. ഇത് ചെയ്തിരിക്കും, ഇവിടെ ധനമുണ്ടാക്കിയിരിക്കും, സ്വകാര്യ നിക്ഷേപം കൊണ്ടുവന്നിരിക്കും, തൊഴിൽ കൊടുത്തിരിക്കും, കട്ടായം പറഞ്ഞു വി ഡി സതീശൻ. 25 കൊല്ലം പുറകെ നടക്കുവാണ് കേരളം. ഞങ്ങൾ അതിനല്ല വന്നിരിക്കുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നിരിക്കുന്നത് കേരളത്തെ 25 കൊല്ലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല, 25 കൊല്ലത്തേക്ക് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. കേരളത്തിൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാക്കി സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ച് പണം ഉണ്ടാക്കി പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്.
ഈ പണം കൊണ്ട് വെൽഫെയർ പ്രോജക്റ്റുകൾ നടപ്പാക്കും. 5 പൈസ കയ്യിലില്ല. എന്നിട്ട് വീണ്ടും പഴയതുപോലെ ആവണം. അല്ലെന്നേ, അതിനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ആനുകൂല്യങ്ങൾ, കുടിശ്ശിക ഇവയൊക്കെ കൊടുക്കുന്നതിനെ കുറിച്ചായിരുന്നു അടുത്ത ചോദ്യം. പിണറായി സർക്കാർ അവസാന കാലത്ത് പ്രഖ്യാപിച്ച ശമ്പള പരിഷ്കരണ കമ്മീഷനെ കുറിച്ചും ചോദിച്ചു. അതിനും തക്ക മറുപടി കൊടുത്തു. കുടിശ്ശിക എന്താണ് പിണറായിയുടെ കാലത്ത് കൊടുക്കാഞ്ഞത്? ആരാണ് കുടിശ്ശിക ഉണ്ടാക്കിയത്? 10 കൊല്ലം മുമ്പ് ഭരിച്ച ഉമ്മൻചാണ്ടിയാണോ? ആരാണ് കടമുണ്ടാക്കിയത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ തലതിരിഞ്ഞ ഒരു ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചത്? മുഴുവൻ വരുത്തിവെച്ച പിണറായി വിജയൻ വന്ന് ഈ ചോദ്യം എന്നോട് ചോദിക്കണ്ട. ഈ ജീവനക്കാർ മുഴുവൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചോളൂ. ആരാ ഈ കുടിശ്ശിക ഉണ്ടാക്കിയത്? ഞങ്ങളാണോ? പറയണതിനൊരു ഔചിത്യം വേണ്ടേ? അദ്ദേഹം ഉണ്ടാക്കി വെച്ച അദ്ദേഹത്തിന്റെ സർക്കാരാണ് ഈ മെഡിസെപ്പ് തകർത്തത്. ജീവനക്കാരുടെ പരാതി 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ചാണോ? ആണോ? DA കുടിശ്ശിക വരുത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരാണോ? DR കുടിശ്ശിക വരുത്തിയത് ഉമ്മൻചാണ്ടി സർക്കാരാണോ? അല്ല. ലീവ് സറണ്ടർ അടിച്ചു മാറ്റിയത് ആരാണ്? ഒരു ബാധ്യത ഏറ്റെടുത്തില്ല. DA കുടിശ്ശിക വരുത്തി, DR കുടിശ്ശിക വരുത്തി, ലീവ് സറണ്ടർ അടിച്ചു മാറ്റി, മെഡിസെപ്പ് പൊളിച്ചു. എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഭയങ്കരം, ഞാൻ തന്നെ ഞെട്ടിപ്പോയി കണ്ടിട്ട്. അതിന്റെ എല്ലാത്തിന്റെയും ഓരോ ഫയലും ഞാൻ തരാം. ഞങ്ങൾ നോക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പോകുന്ന പോക്കിലെ കിഫ്ബിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞു പൂട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ നിലയിൽ മുമ്പോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. പലിശ എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇനി കിഫ്ബി നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? കിഫ്ബിയുടെ ഈ മോഡലൊന്നും പറ്റില്ല. കിഫ്ബി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാധ്യത എത്രയാ? എത്ര ശതമാനം പലിശയ്ക്കാണ് മേടിക്കുന്നത്? ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 9.72% മീതെ മുഴുവൻ പലിശയ്ക്ക് പൈസ എടുത്തിട്ട് ആ പലിശയുടെ ബാധ്യത മുഴുവൻ. എന്തെങ്കിലും വരുമാനം കിഫ്ബി ഉണ്ടാക്കുന്നുണ്ടോ? ഓഫ് ബോറോയിങ് ആണ്, എക്സ്ട്രാ ബജറ്ററി ആണ്, എല്ലാം ഇങ്ങോട്ട് വരുവാണേ. അവസാനം അതൊക്കെ റീസ്ട്രക്ചർ ചെയ്യും. അതൊക്കെ ഞങ്ങൾ വിമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിനും കൂടിയുള്ള മാൻഡേറ്റ് ആണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. മാൻഡേറ്റ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് കൃത്യമായിട്ട്. ഓരോ വിമർശനങ്ങൾക്കും ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുത്ത് പ്രതിപക്ഷത്തിന്റെ വാടപ്പിച്ചു പോയപ്പോൾ അടുത്ത ചോദ്യം വന്നു. PM ശ്രീ വളരെ ഗൗരവത്തോടെ ചോദ്യം കേട്ടിരുന്നിട്ടെ നേരെ VD സതീശൻ ചെയ്തത് പണ്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി PM ശ്രീ പദ്ധതിയെ വാനോളം പുകഴ്ത്തി ദേശാഭിമാനിൽ എഴുതിയ ലേഖനത്തിന്റെ പ്രസക്ത ഭാഗമാണ്. PMC പദ്ധതിയിൽ ഒപ്പിട്ടു എന്നതിനർത്ഥം ഇവിടുത്തെ കരിക്കുലം അടിമ വെച്ചു എന്നല്ല. ഇവിടെ നമുക്കിഷ്ടമുള്ള കരിക്കുലം ചെയ്യാൻ അവകാശമുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര പദ്ധതികളെ നമുക്കങ്ങനെ നിരസിക്കാൻ കഴിയില്ല എന്ന് ശിവൻകുട്ടി എഴുതിയത് വായിച്ച് കളിപ്പിച്ചിട്ട് ഇതൊന്ന് വായിച്ചാൽ മതി, പിണറായി വിജയന്റെ സംശയം മാറിക്കിട്ടും എന്ന് പറഞ്ഞായിരുന്നു ക്ലോസ് ചെയ്തത്. അതായത് PMC പദ്ധതിയെ പറ്റി ഞങ്ങൾ എന്താ ചെയ്തത്? ആരാ ഒപ്പിട്ടത്? PMCയിൽ ആരാ ഒപ്പിട്ടത്? എന്റെ ഒറ്റ ചോദ്യം. അല്ലല്ല, കേൾക്ക്. ആരാ ഒപ്പിട്ടത്? പിണറായി വിജയൻ സർക്കാർ കൂടിയാലോചനകൾക്ക് ശേഷം ഒപ്പിട്ടിട്ട് അതിനെ ന്യായീകരിച്ചു. ഇല്ലേ? ന്യായീകരിച്ചല്ലോ. എന്നിട്ട് പറഞ്ഞു പിൻവലിക്കാനുള്ള കത്തല്ല അയച്ചത്. ഞാൻ പത്രസമ്മേളനത്തിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞത് മിനിങ്ങാൻ മരവിപ്പിക്കാനുള്ള കത്ത്. ഈ എഗ്രിമെന്റില് മരവിപ്പിക്കാൻ ഏത് പ്രൊവിഷനാണുള്ളത്? ഒരു എഗ്രിമെന്റ് അല്ലേ? സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും കൂടി ചെയ്യുന്ന ഈ എഗ്രിമെന്റ് എന്റെ കയ്യിലുണ്ട്. മരവിപ്പിക്കാൻ ഏത് പ്രൊവിഷനാണുള്ളത്? ഇനി ഞങ്ങളോട് ചോദിക്കുന്നത് എന്താ? നിങ്ങൾക്ക് പിന്മാറാമായിരുന്നില്ലേ? ഇവർക്ക് പിന്മാറായിരുന്നില്ലേ? ഒപ്പിട്ട് കഴിഞ്ഞപ്പോ പിന്മാറായിരുന്നില്ലേ? 2025 ദേശാഭിമാനി പത്രത്തിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എഴുതിയൊരു ലേഖനമുണ്ട്. എല്ലാത്തിനുള്ള മറുപടിയാണ്. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കാൻ മത്സരിക്കുകയാണ് ചിലർ. അതിൽ പത്രമാധ്യമങ്ങളും രാഷ്ട്രീയ നേതൃത്വവും കൂടിയുണ്ട്. നിങ്ങൾ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ പാഠ്യപദ്ധതിയെല്ലാം മാറ്റി കേന്ദ്രം നിശ്ചയിച്ചു നൽകുന്നത് നടപ്പാക്കേണ്ടി വരും എന്നത് അവാസ്തവമാണ്. സംസ്ഥാനങ്ങൾക്ക് അവരുടെ കരിക്കുലം തുടരാമെന്ന കാര്യം ദേശീയ വിദ്യാഭ്യാസ നയം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പേജ് 17 പാരഗ്രാഫ് 3. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഞാനല്ല. മാത്രവുമല്ല, രാജ്യത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായി പാഠ്യപദ്ധതി പരിഷ്കരിച്ച ഏക സംസ്ഥാനവും കേരളമാണ്. അക്കാഡമികപരമായി ഏത് പുസ്തകം സ്വീകരിച്ചാലും അതിലെ ഏത് പാഠം പഠിപ്പിക്കരുത് എന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം സംസ്ഥാനങ്ങൾക്കുണ്ട്. ശിവൻകുട്ടി, അതുകൊണ്ടാണ് NCERT രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി പാഠഭാഗങ്ങൾ വെട്ടിമാറ്റിയപ്പോൾ കേരളം അഡീഷണൽ പാഠപുസ്തകങ്ങൾ പുറത്തിറക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത്. ഇതിലും തൃപ്തിയില്ലാത്തവർ, ഇത്രയും പറഞ്ഞിട്ട് തൃപ്തിയില്ലാത്തവർ
PM ശ്രീ നടപ്പാക്കിയ സംസ്ഥാനങ്ങളിൽ നേരിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെടുന്നതാണ്. ഇതെനിക്ക് പിണറായി വിജയനോട് പറഞ്ഞാൽ പോരെ ഈ മറുപടി ശിവൻകുട്ടിയോട് എനിക്ക് പറഞ്ഞാൽ പോലെ ഈ മറുപടി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്നത് സംസ്ഥാനങ്ങളുടെ നികുതി പണം കൂടി ഉപയോഗപ്പെടുത്തിയാണ്. കറക്റ്റാണ്. ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഫെഡറൽ തത്വങ്ങളിൽ വിശ്വസിക്കുന്ന കേരളം പദ്ധതികളെ നിരാകരിക്കുന്നത് ജനദ്രോഹപരമായ നിലപാടുകളായി മാറുകയും ചെയ്യും. എന്തൊരു സ്ട്രോങ് സ്റ്റേറ്റ്മെന്റാ. സമഗ്ര ശിക്ഷ, PM പോഷൻ സ്റ്റാർസ്, ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം എന്നിവയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ PM ഉഷയും ഇതിനകം തന്നെ നാം നടപ്പാക്കി വരുന്നു. പദ്ധതി നടപ്പാക്കിയ സംസ്ഥാനങ്ങളുടെ അനുഭവങ്ങളും നിരന്തരമായ ആശയവിനിമയത്തിന്റെയും അടിസ്ഥാനത്തിലാണ് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വകുപ്പ് തീരുമാനിച്ചത്. ഞാൻ ഒന്നും പറയുന്നില്ല. ലെറ്റ് മീ കംപ്ലീറ്റ്. നിങ്ങൾ തന്നെ കുറെ നേരമല്ല ചോദിക്കുന്നത്. മീ കംപ്ലീറ്റ്. കേന്ദ്ര സമ്മർദ്ദത്ത് ആദ്യം ആയുഷ്മാൻ ആരോഗ്യ മന്ത്രം ഏതോ കേന്ദ്രത്തിന്റെ പേര് വെക്കണം എന്ന് പറഞ്ഞു. ഇതിവിടെ നടപ്പാക്കാൻ സമ്മതിക്കില്ല. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് സമ്മതിച്ചു. കഴിഞ്ഞ ഗവൺമെന്റ് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടെ സമ്മതിച്ചു. ഇതാണ് കാര്യങ്ങള്. അപ്പൊ വെറുതെ ഞാൻ ചെയ്യട്ടെ, ഒരു വിരൽ ഇങ്ങോട്ട് ചൂണ്ടുമ്പോ 4 എണ്ണം സ്വന്തം നെഞ്ചിലേക്കാണെന്ന് വിചാരിച്ചാൽ മതി. പറയുമ്പോ എല്ലാത്തിനും കൃത്യമായ മറുപടി ഉണ്ട്. ഇത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല ഒരു പദ്ധതിക്കും പൈസ വരുന്നത്. പേരുകളൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ഇടും. അത് UPA ഗവൺമെന്റ് ഉള്ളപ്പോ സമയത്തും ഓരോ പേര് വരും. ചിലപ്പോൾ രാജീവ് ഗാന്ധിയുടെ പേരിൽ വരും. ഇന്ദിരാ ആവാസ് യോജനയായിരുന്നു പണ്ട് ഈ PMAY പദ്ധതിയുടെ പേര്. ഇന്ദിരാ ആവാസ് യോജന അതൊക്കെ ഇടും. പേരിലല്ലല്ലോ കാര്യം. ആരുടെ പണമാണ്? അവരുടെ ആരെങ്കിലും വീട്ടിൽ നിന്ന് തരുന്ന പണമാണോ? നമുക്ക് തരുന്ന ഔദാര്യമാണോ? കേരളം GST അടയ്ക്കുന്ന ഓരോ മലയാളിയും അടയ്ക്കുന്ന GSTയുടെ പകുതി കേന്ദ്രത്തിലേക്ക് പോകുന്നു. പകുതി 50%. പിന്നെ ഇവിടുന്ന് പെട്രോളിയം ഇത് പോകുന്നത് ഇതൊക്കെ അതുകൊണ്ട് ഈ പണം കളയാൻ വേണ്ടിയിട്ടുള്ള ഇതിനെല്ലാം മറുപടി ഉണ്ടല്ലോ. ഇതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു വെച്ചിട്ട് പിന്നെന്തിനാ മരവിപ്പിച്ച്? അല്ല, ഒരു ചോദ്യം അങ്ങോട്ടാണ്. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ സംസാരിക്കുന്നത്. അല്ല, ചോദ്യം പിന്നെന്തിനാ മരവിപ്പിച്ചത്? മരവിപ്പിച്ചെന്ന് പറഞ്ഞത് തന്നെ തട്ടിപ്പാണ്. മരവിപ്പിക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. ഓൾറെഡി entered into an agreement. Kerala is a part of that agreement. There is no provision to withdraw from. Only the Central School Education and Literacy Department and Central School Department and the central government, they can only have the powers. They can only withdraw from the agreement. That agreement, ആ എഗ്രിമെന്റിന്റെ അടിയില നമുക്ക് പിൻവലിക്കാൻ അധികാരം ഇല്ല, നമുക്ക് മരവിപ്പിക്കാൻ അധികാരം ഇല്ല എന്നുള്ള എഗ്രിമെന്റിന്റെ അടിയിലാണ് പോയി ഒപ്പിട്ടിട്ട് വന്നത്.